2 ലക്ഷം രൂപയുടെ ചെക്കാ. ഇതാ വീട്ടിൽ പോയി അയാൾക്ക് നേരിട്ട് തന്നെ കൊടുക്കണം. ശരി മാഡം. ആഹാ, എന്താ രാവിലെ? ഓഫീസിൽ പോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? അമ്മേ, ആ ഡൊണാൾഡ് വിളിച്ചിരുന്നു. കെവിൻ കോർപ്പറേറ്റ്സിന്റെ ഒരു കോൺട്രാക്ട് നമുക്ക് ഓഫർ ചെയ്തിരിക്കുക. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്. കെവിൻ കോർപ്പറേറ്റ്സ് ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. അതെ അമ്മേ, ഇപ്പൊ ഫോൺ വന്നതേ ഉള്ളൂ. ഡൊണാൾഡിനോട് ഓഫർ കൺഫേം ചെയ്യാന്ന് ഞാൻ വാക്കുകൊടുത്തു. അതുമല്ല, 100 കോടിയാ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ഗുഡ്, വളരെ നല്ല കാര്യം. നമ്മളന്ന് ഇവളെ വെച്ച് അയച്ച ഫോട്ടോ അവർക്ക് ബോധിച്ചു അല്ലേ? അതെ അമ്മേ, കുറച്ച് കൺഫ്യൂഷൻ വന്നെങ്കിലും നമ്മളന്ന് കറക്റ്റ് ടൈമിന് അയച്ചു കൊടുത്തതാ ഗുണമായത്. അതുപോലെ ഈ പ്രോജക്റ്റ് ഓക്കെ ആവുന്നതിനും നമ്മൾ അവർക്കൊരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യേണ്ടി വരും. പ്രോഗ്രാമോ? എന്ത് പ്രോഗ്രാം? അതമ്മേ, നമ്മൾ കേരളത്തിന്റെ പരമ്പരാഗത രീതിയിലുള്ള ഒരു കല്യാണം നടത്തി ഷൂട്ട് ചെയ്തയക്കണം. സ്ട്രിക്ട്ലി ട്രഡീഷണൽ രീതിയിൽ. അതിനെന്താ, ഈസി അല്ലേ? അത് ചെയ്ത് അയച്ചു കൊടുക്കണം. ഏതെങ്കിലും മോഡൽസിനെ വിളിച്ച് ഒരു കല്യാണം ഷൂട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോളൂ. സമാധാനമായി. കല്യാണി ആകെ പേടിച്ചു പറിച്ചിരിക്കുന്നു. അതിന് കല്യാണി എന്തിനാ പേടിക്കുന്നത്? മനസ്സിലായില്ല. അതമ്മേ, നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറിനെ വെച്ച് കല്യാണം ഷൂട്ട് ചെയ്യണമെന്ന ഡൊണാൾഡിന്റെ ഒരു പ്രധാന കണ്ടീഷൻ. ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോ കല്യാണി അഭിനയിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. അവക്കിപ്പോ ഭയമാണെന്ന്. അമ്മ ഒരു വാക്ക് പറഞ്ഞ കല്യാണി അഭിനയിക്കും. അതാ ഞങ്ങൾ ഇവിടെയും വിളിച്ചോണ്ട് വന്നത്. കല്യാണി, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയ ബാലികര മലയൊന്നുമല്ല. നമ്മുടെ മലയാളം പോലെ തന്നെ വേറൊരു നാടിന്റെ വേറൊരു ഭാഷ, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് സംസാരിക്കുന്നവൻ ഏതോ വലിയവനാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അത് വെറും വെറുതെ. പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നീ എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ അത് നല്ലതുപോലെ ശ്രദ്ധിച്ചു കേട്ട് സായിപ്പന്മാരുടെ മുന്നിൽ പറഞ്ഞാ മതി. അയ്യോ, എനിക്ക് പേടിയാവല്ലേ കുഞ്ഞെ. ഇപ്പൊ തന്നെ എന്റെ കൈയും കാലും ഒക്കെ വിറക്കിയ, തൊണ്ടയൊക്കെ വരളുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് അയ്യോ എന്നെ കൊണ്ട് കൂട്ടിയ കൂടുന്നു തോന്നണില്ല. എന്റെ പൊന്ന് കല്യാണി, ബ്രോ ഇപ്പൊ പറഞ്ഞില്ലേ, സായിപ്പന്മാരെ ആകാശത്തുനിന്ന് പൊട്ടി വീണോന്നല്ല. നമ്മളെ പോലെ തന്നെ വെറും മനുഷ്യരവര്. അവരുടെ ഭാഷ അതുപോലെ തന്നെ അവർ സംസാരിക്കുമെങ്കിൽ നിനക്കും പറ്റുമോ അതൊക്കെ? അതെ. അന്ന് ബ്രാൻഡ് അംബാസിഡർ മത്സരത്തിലും അന്ന് നീ ഇതുപോലെ തന്നെ പോയത്. പക്ഷെ അവസാനം എന്തായി? കിരീടം നിന്റെ തലയിലല്ലേ അമ്മ വെച്ചെന്ന്. ഇതും അത്രേ ഉള്ളൂ. നിനക്ക് പറ്റും കല്യാണി, ധൈര്യമായിട്ടിരിക്കും. അത്യാവശ്യമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ലഘു പ്രസംഗം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം. അത് നീ മലയാളത്തിൽ എഴുതി കാണാതെ പഠിച്ച് പറഞ്ഞാൽ മതി. വെറും കാണാപ്പാടം. അപ്പൊ എളുപ്പമായില്ലേ? എന്തു പറയുന്നു? ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. I am Kalyani, brand ambassador of Anand Group of Herbal Beauty Company.
Good morning to everybody. I am Kalyani, brand ambassador for Anand Group of Company. Oh, Anand Group of... കല്യാണി, ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ നീ. ഞാൻ നിന്റെ ബോസ്. ഇതൊരു ബിസിനസ്സാ. ഇതിൽ ഫോർമാലിറ്റീസും സെന്റിമെന്റ്സും ഒന്നും ഇല്ല. ക്ഷമിക്കണം വല്യുവിനെ, ഇതെനിക്ക് പറ്റില്ല.